ചേട്ടാ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് മീനെ പിടിക്കുന്ന സംഭവത്തെ കുറിച്ച് അത് പറഞ്ഞു. അതായത് ചൂര മീനുകളെ നിങ്ങൾ ചൂണ്ടയിട്ടാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞു. ചൂര മീനുകളെ അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം? ചൂണ്ടയിട്ട് പിടിക്കുന്ന വെച്ചാൽ നമ്മള് 10-12 പേരുണ്ട് ജോലിക്കാര്. അപ്പൊ ഇവര് ഞങ്ങളിങ്ങനെ ആങ്കർ ഇടും. ആങ്കർ ഇട്ടിട്ട് ആങ്കർ എന്ന് വെച്ചാൽ കടലിൽ പോയിട്ട് നടുക്ക് ആങ്കർ ഇടും. ആങ്കർ ഇടുമ്പോൾ പിന്നെ ലൈറ്റും ഉണ്ട്. നമുക്ക് 10-18 ലൈറ്റ് കാണും. അപ്പൊ ഈ ലൈറ്റ് ജനറേറ്റർ നടത്തിയിട്ട് ഈ ലൈറ്റ് മൊത്തം അവിടെ ഇവിടെ അണിയത്ത് അമ്മരത്ത് ഇവിടെ എല്ലാം കത്തിച്ചിടും. അപ്പൊ ഈ വെട്ടം കണ്ടാണ് മീൻ വരുന്നത് ഏറ്റവും കൂടുതൽ. അപ്പൊ ഭയങ്കര കാശൊക്കെ ഈ ലൈറ്റിന് തന്നെ പ്രത്യേകം. അപ്പൊ നിങ്ങൾ രാത്രിയിലാണ് ഈ മീനെ രാത്രിയിലാണ് പിടിക്കുന്നത്. ചൂണ്ടയ്ക്ക് പോയാൽ മാത്രം ഞങ്ങൾ രാത്രി മാത്രമേ ചൂണ്ടയിടത്തുള്ളൂ. ഈ ചൂണ്ട ഉള്ള മീനെന്ന് പറഞ്ഞാൽ നെയ്മീന്, വലിയ ചൂര, അങ്ങനെ അത് ഏത് സമയത്തായിരിക്കും അത്ര മീനുകൾ വരുന്നത്? ഒരു മാസമുണ്ട്. അത് ഇവർക്ക് പ്രത്യേകം അറിയാവുന്ന ഒരു മാസം. ആ മാസത്തിലാണ് ഈ ശ്രാങ്കന്മാർക്ക് അറിയാം. അപ്പൊ അവർ ആ മാസം ആകുമ്പോൾ ഇവർക്ക് ചൂണ്ടിടാനായിട്ട് പോകും. ഇവർക്ക് പിന്നെ ഇരയൊന്നും വേണ്ട. ഇരയെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ തന്നെ വലയിട്ട് പിടിക്കുന്നതിന് ഇര തന്നെ ഉണ്ട്. പിന്നെ അതിനകത്ത് അല്ലാതെ തന്നെ നമ്മൾ ചെറിയ തുണിയുടെ മിനുസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങൾ തീറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് പിടിക്കും. നമ്മൾ ചൂണ്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻ പിടിച്ചോണ്ടേ ഇരിക്കും എപ്പോഴും. അത് നമ്മള് വെയിറ്റ് കൊണ്ട് താത്തിട്ടേ പെട്ടെന്ന് ഇല്ലുമ്പോൾ നമ്മൾ ഒരാളല്ല ഇടുന്നത്. ഈ വെട്ടവും ലൈറ്റിന്റെ വെട്ടവും കണ്ട് മീൻ പെട്ടെന്ന് പോകത്തില്ല. അപ്പൊ ഈ സംഭവം ഈ ലൈറ്റിന്റെ വെട്ടം കണ്ട് പോകാത്തോണ്ട് ഇവര് പെട്ടെന്ന് നമ്മൾ ചൂണ്ട എത്ര പേരുണ്ടോ ആ ചൂണ്ടയ്ക്ക് ഇതിന് ചുറ്റിനും ആളിരിക്കും. അണിയത്ത് ആള് നിൽക്കും, അമരത്ത് ആള് നിൽക്കും. എല്ലാം ഈ ഫ്രണ്ടിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? അണിയൊന്നും പറയും. അവിടെ നിൽക്കൂല്ലേ? അവിടെ എല്ലാ അവിടെ എല്ലായിടത്തും വെട്ടമായിരിക്കും. മൊത്തം ഫുള്ള് വെട്ടം അണിയത്തിൽ. അപ്പൊ അത് നമ്മളിപ്പോ ഈ ഒത്തിരി പേര് പോകുന്ന വെച്ചാൽ 18 പേര് വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ട് കുടുംബമായിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ കുടുംബമായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് സ്വാസ്ഥ്യതയോ അങ്ങനെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ടീമായിട്ട് പോകും. അപ്പൊ നമ്മളെല്ലാം ഒത്തൊരുമയായിട്ട് ഇപ്പം ഈ ചിലവർക്ക് ഉറക്കം വരുമ്പോൾ കുറച്ചേര് കിടന്നുറങ്ങും, കുറച്ചേര് വീണ്ടും ചൂണ്ടിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ആങ്കർ എടുത്ത് വേറെ സ്ഥലത്ത് പോയി നമുക്ക് വേറെ ആരും ഉറങ്ങത്തില്ല. അപ്പൊ അതിന് രാത്രി ഫുള്ളായിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ചൂണ്ട പിടിച്ചാൽ പെട്ടെന്ന് അവിടെ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കും. ഒരു ചൂണ്ടയ്ക്ക് ഉറക്കം വരത്തില്ല. ആ സ്പീഡായിരിക്കും എന്റെ പണി. നമ്മള് മീൻ പിടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം സാധാരണ നമ്മൾ ചൂണ്ടയിടുമ്പോൾ ഉറക്കം വരും. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഉറക്കം വരത്തില്ല. മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് മീനെന്ന് വെച്ചാൽ നമ്മളിപ്പോ ചൂരയ്ക്ക് ഇടുകയാണെങ്കിൽ ചൂരയ്ക്ക് ഇടും. ചൂരയൊക്കെ 3-2 ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ആ ചൂണ്ടയിൽ ആ ചൂണ്ടയ്ക്കകത്ത് തന്നെ ഈ വാള എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറയും. വാളയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ 3-4 ചൂണ്ടയൊക്കെ ഇട്ടാൽ 3-4 വാള ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് ഒരു 2 കിലോയ്ക്കുള്ള വാള കാണും അല്ലേ? 2 കിലോയ്ക്കുള്ള ഒരു വാള കാണും. അത്ര ഞങ്ങൾ ഇതിനൊക്കെ ഓക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളന്ന് കൊച്ചിയിലായിരുന്നു. ഞങ്ങൾ ബോട്ട് ഇങ്ങനെ വല വിളിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ ഈ കാറ്റ് മാറും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതിപ്പം ഞങ്ങൾ ഈ കാറ്റ് 5 മണിയായിട്ടും രാത്രി 5 മണിയായിട്ടും കാറ്റ് മാറുന്നില്ല. പിന്നെ രാത്രി ഞങ്ങൾ ആങ്കർ ചെയ്തിട്ട് ഈ കാറ്റും കുറയുന്നില്ല. അപ്പം നമ്മൾ കരക്കാറ്റല്ല പിന്നെ വിളിച്ച് പറയുന്നത് വള്ളൈസ് വിളിച്ച് പറഞ്ഞ് കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, ബോട്ട് ഓടി കരക്കയറണമെന്ന്. അപ്പം നമ്മൾ ഈ അന്ന് ഇത്രയും വലിയ ബോട്ടല്ല. നമ്മൾ ഈ കപ്പലിൻ്റെ ഈ കൊച്ചിയിലെന്ന് വെച്ചാൽ കപ്പലിന് ആ സൈഡിൽ നിന്ന് വലിക്കും നമ്മൾ. അതൊക്കെ നമ്മുടെ ഈ ചെളിയുടെ ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് വലിക്കുന്നത്. അപ്പം അത് ഈ കാറ്റ് മാറാത്ത സംഭവം കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് പിന്നെ ആങ്കർ പൊക്കണ്ടു വന്നു. ആങ്കർ തന്നെ ഒഴുകിപ്പോയി. അത്രയും കാറ്റ് നമ്മൾ വെച്ചാൽ അമരത്തിന് ഇതിനിരിക്കുന്ന കൊട്ട വരെ പറന്ന് അണിയത്തുനിന്ന് അങ്ങ് അമരത്ത് പോയി പറന്നു പോയി. ഈ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മഴ അത് ഒരു മുഖ്യமான വിഷയം എന്താണെന്നറിയോ? മഴ പെയ്യുന്ന സമയത്ത് വല പിടിക്കുന്ന സമയത്ത് ചൂണ്ട പിടിക്കുന്ന സമയത്ത് മഴ പെയ്താൽ മഴ കൊള്ളണം. മാറി നിൽക്കൂല, മാറി നിൽക്കാൻ പറ്റൂല. നമ്മുടെ ഈ കടലിൽ പോകുന്ന കാര്യം നമ്മൾ ഈ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അപ്പൊ മീൻ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ചില്ല. ഏത് രാത്രി ആയിരുന്നാലും മഴ പെയ്താൽ അവിടെ മഴയിൽ തന്നെ നിൽക്കണം, മാറി നിൽക്കൂല. വല പിടിക്കുന്ന സമയത്ത് രാത്രി വല പിടിക്കുന്ന സമയത്ത് മഴ പെയ്താൽ മഴയിൽ തന്നെ പിടിക്കണം, മാറി നിൽക്കാൻ പറ്റൂല. അതോടൊപ്പം തന്നെ ഇപ്പൊ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അപകടം പറ്റുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങൾ എങ്ങനെയാണ്? വേറെ സംവിധാനമാണ് നിങ്ങൾ എത്ര? അപ്പൊ നിങ്ങൾ അവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത്ര നോട്ടിക്കൽ ഓടിയാൽ നമുക്ക് ഇറക്കിയാൻ പറ്റും. അതെല്ലാം നമുക്കറിയാം. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണിക്കും, അതായത് നമ്മൾ വരേണ്ട ഡയറക്ഷൻ GPS ഇല്ലാത്ത കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ നമ്മൾ കോമ്പസ് ആയിരുന്നു അന്ന്. കോമ്പസ് നമ്മള് കിഴക്കോട്ട് വടക്കോട്ട് അങ്ങനെ കോമ്പസ് നോക്കിയാ കൂടുന്നത് അന്ന്. അങ്ങനെ കോമ്പസിന്റെ കാലഘട്ടത്തിലുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? കോമ്പസിന്റെ കാലഘട്ടത്തിലെ അനുഭവം എന്ന് വെച്ചാൽ
ഞാൻ ഈ എൻ്റെ പപ്പയുടെ കൂടെയായിരുന്നു ഞാൻ പണിക്ക് പോയിക്കൊണ്ട്. അന്ന് ഈ വലിയ ബോട്ടൊന്നും ഇല്ല, വീരസറുള്ള ബോട്ടൊന്നുമില്ല. അന്ന് ഈ കൊച്ചു ബോട്ട്, മാറണ ബോട്ട്, ഈ അങ്ങനത്തുള്ള ബോട്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിൽ പണിക്ക് പോകുമ്പോഴത്തേക്ക് അന്ന് ഞാൻ അപ്പൻ ഇതേണക്ക് ഈ കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും, ഇത് നമ്മൾ ഏത് ഡയറക്ഷൻ അങ്ങോട്ട് പോകുന്നു. കരയാണ് നമ്മളെ ഈ ഇങ്ങനെ ഏത് സൗത്തിലാണ് കരയുള്ള, അല്ലെങ്കിൽ നോർത്തിലാണ് കരയുള്ള, ഈസ്റ്റിലാണ് കരയുള്ള, അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അത് ഈ പറഞ്ഞ നമ്മുടെ ബോട്ടിക്ക് സ്രാങ്കന്മാർക്ക് മനസ്സിലാവും. അവരിത് പഠിച്ചിട്ടാണ് അവർ കയറുന്നത്. അപ്പോൾ അവരാണ് അവരെ ഉത്തരവാദിത്തം നമ്മൾ ബോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് അവരെ നോക്കി നമ്മൾ എങ്ങോട്ടാ പോയിട്ടുള്ളത്, എങ്ങോട്ടാ വല ചെയ്യും. ലാസ്റ്റ് നമ്മൾ വല എടുത്തിട്ട് നേരെ കിഴക്കോട്ട് ഓടിക്കും, ആ കോമ്പസ് കണ്ടിട്ട് ഓടിക്കും. പിന്നെ ലാസ്റ്റ് പണ്ടൊക്കെ വെച്ചാൽ കാറ്റും കാറ്റൊക്കെ വീഴും, മഴയൊക്കെ വീഴുന്ന കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് ഓടിക്കാൻ പറ്റാതെ, കര പോലും കാണാൻ പറ്റാതെ നമ്മൾ കടലിൽ തന്നെ കിടക്കും. മഴ തീർന്നിട്ട് നമ്മൾ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കടലിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.